വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കുവാനിറങ്ങിയ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പുന്നേക്കാട് സ്വദേശി സോളമനാണ് മരിച്ചത്. സഹപാഠികൾക്കൊപ്പമാണ് സോളമൻ പുഴയിലെത്തിയത്. പലവൻ പുഴയിൽ ഇതിനു മുമ്പ് നിരവധി മുങ്ങിമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വടാട്ടുപാറയിലെ പലവൻ പുഴയിൽ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് മുങ്ങിമരണം സംഭവിച്ചത്. പുന്നേക്കാട് ചിറ്റുപറമ്പിൽ ആന്റിയുടെ മകൻ സോളമനാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു സോളമൻ. സഹപാഠികളായ സുഹൃത്തുക്കൾക്കൊപ്പമാണ് സോളമൻ പലവൻ പുഴയിൽ കുളിക്കുവാനെത്തിയത്. ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. മുങ്ങിത്താണ സോളമനെ രക്ഷപ്പെടുത്താൻ ഒപ്പമുണ്ടായിരുന്നവർക്ക് കഴിഞ്ഞില്ല. നിലവിളി കേട്ട് പാഞ്ഞെത്തിയ പ്രദേശവാസി ബിനുവാണ് സോളമനെ മുങ്ങിയെടുത്തത്. എടുക്കുമ്പോൾ സോളമന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു. ഏകദേശം ഒരു 2 മണി സമയത്താണ് സംഭവം നടക്കുന്നത്. ഞാൻ ഏകദേശം 2:15 ഞാൻ അറിഞ്ഞ് ചെന്ന വഴി വെള്ളത്തെ മുങ്ങി അധികം താമസിക്കാൻ ആളെ എടുക്കാൻ സാധിച്ചു. പക്ഷേ വളരെ സങ്കടമുണ്ട് കാണുമ്പോൾ. 21 വയസ്സുള്ള പയ്യനാണ്. ഞാൻ എടുക്കുന്ന സമയത്ത് ആൾക്ക് ചെറിയൊരു പൾസ് ഉണ്ട്. ഉടൻ തന്നെ അവിടെ പ്രദേശവാസികളുടെ കൂടിയ ആളെ പെട്ടെന്ന് ഒരു വാഹനത്തിൽ കയറ്റി ആംബുലൻസ് കിട്ടിയതിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുകയുണ്ടായി. പക്ഷേ എന്തോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആൾ മരണപ്പെട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ ദുഃഖമുണ്ട്. സോളമന്റെ മൃതദേഹം കോതമംഗലത്ത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തും. അപകടം പതിയിരിക്കുന്ന പലവൻ പുഴയിൽ ഇതിനു മുമ്പ് ഒട്ടേറെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് ശ്രദ്ധയിൽപ്പെടാതെ എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. ഇടമലയാർ പവർ ഹൌസിൽ നിന്ന് വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം ഒഴുകിവരുന്ന വെള്ളമാണ് പുഴയിലൂടെ ഒഴുകുന്നത്. വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ പുഴയിലെ ജലനിരപ്പ് ഉയരുകയും അടിയൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.